നമസ്കാരം. മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6-ാമത്തെ അധ്യായം ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ്, ഇന്ത്യ സമന്വയത്തിൻ്റെ നാട് എന്നതാണ് അതിൻ്റെ മലയാളം. ഇതിൽ മധ്യകാല ഇന്ത്യയിലുണ്ടായ സാംസ്കാരികപരമായ ചില മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. മധ്യകാല ഇന്ത്യയെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ ആത്മകഥകൾ, ഓട്ടോബയോഗ്രാഫികളിൽ നിന്നും മറ്റാരെങ്കിലും എഴുതിയിട്ടുള്ള ജീവചരിത്രങ്ങൾ, പിന്നെ ട്രാവലോക്യൂസ് അല്ലെങ്കിൽ യാത്രാവിവരണങ്ങൾ, ക്രോണിക്കിൾസ്, ചരിത്രപരമായ രചനകൾ, ഇവയിൽ നിന്നൊക്കെയാണ് നമുക്ക് മധ്യകാല ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇറ്റ് വാസ് ആൻ ഏജ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുടെ ഒരു ഫ്യൂഷൻ ഉണ്ടായ കാലഘട്ടമാണ് മധ്യകാലഘട്ടം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ രീതികൾ, പ്രവണതകൾ വികസിച്ചു വന്നു. ദ ന്യൂ സ്റ്റൈൽസ്, സെവറൽ ന്യൂ സ്റ്റൈൽസ് ഡെവലപ്ഡ് ഇൻ ലിറ്ററേച്ചർ, മ്യൂസിക്, പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ, മ്യൂസിക്, സംഗീതത്തിൽ, പെയിൻറ്റിങ്, ചിത്രകലയിൽ, സ്കൾപ്ചറൽ വർക്ക്, ശില്പകല അല്ലെങ്കിൽ കൊത്തുപണി, ഇതിലൊക്കെ ധാരാളം പുതിയ രീതികൾ ഡെവലപ്പായി വന്ന ഒരു കാലഘട്ടമായി. എന്തായാലും അങ്ങനെയൊക്കെ ഒരു സിന്തസിസ് ഉണ്ടായ, സമന്വയം ഉണ്ടായ ഒരുപാട് പുതിയ മതവിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നതും ഈ കാലഘട്ടത്തിലാണ്. ഡിഫറെൻ്റ് റിലീജിയൻസ് കെയിം ടു ഇന്ത്യ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ നിരവധി പുതിയ മതങ്ങൾ ഇന്ത്യയിലേക്ക് പ്രചാരം നേടുകയുണ്ടായി. ഇതെല്ലാം തന്നെ ദിസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ഇൻ മെഡീവൽ പീരീഡ്. ഇതെല്ലാം മധ്യകാലഘട്ടത്തിൽ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതിന്, ആശയങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിന് കാരണമായി. ഓൾ ദീസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ഇൻ മെഡീവൽ പീരീഡ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മ്യൂച്വൽ ഇൻഫ്ലുവൻസസ് ഓഫ് the ideas or different ideas, the Bhakti movement and the Sufi movement emerged in India. ഇതിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഇൻഫ്ലുവൻസുകളുടെ ഫലമായിട്ട് ഇവിടെ ഭക്തി പ്രസ്ഥാനം, ഭക്തി മൂവ്മെൻറ്റും അതുപോലെ സൂഫി പ്രസ്ഥാനം, സൂഫി മൂവ്മെൻറ്റും എമർജ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനായിട്ടുള്ള ഭാഗം അതാണ്, ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. എന്താണ് സൂഫി മൂവ്മെൻറ്റ്, എന്താണ് ഭക്തി മൂവ്മെൻറ്റ്, അതാണ് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ള ഭാഗം. ദ സൂഫി മൂവ്മെൻറ്റ്. എന്താണ് സൂഫി പ്രസ്ഥാനം? ദ സൂഫീസ് വെയർ ദോസ് ഹു ഷോവ്ഡ് റിലക്റ്റൻസ് ടു ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് ഗേവ് പ്രിഡോമിനൻസ് ടു സ്പിരിച്വൽ ലൈഫ്. ആഡംബരപൂർണമായ ജീവിതത്തെ നിരസിക്കുകയും ആത്മീയമായ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരാണ് സൂഫികൾ. ഇസ്ലാം മതത്തിലെ ഒരു നവീകരണ പ്രസ്ഥാനമാണ് സൂഫിസം എന്നറിയപ്പെടുന്നത്. ഈ സൂഫികൾ ഇന്ത്യയിലേക്ക് വന്നത് മധ്യേഷ്യയിൽ നിന്നാണ്. ദ സൂഫീസ് കെയിം ടു ഇന്ത്യ ഇൻ ദ 11th century ഫ്രം സെൻട്രൽ ഏഷ്യ. 11ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് സൂഫികൾ ഇവിടേക്ക് എത്തിയത്. The Sufis settled in different parts of India. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ സെറ്റിൽ ചെയ്തു. പല സ്ഥലങ്ങളിലായി ഇവർ താമസം ഉറപ്പിച്ചു. They got many followers. ധാരാളം ഫോളോവേഴ്സിനെ അവർക്ക് കിട്ടി. അല്ലെങ്കിൽ അവർ പറഞ്ഞ ആശയങ്ങൾ പിന്തുടർന്ന ഒരുപാട് പേരുണ്ടായി ഇന്ത്യയിൽ. They consider devotion as a means to reach close to God. ഇവർ പരിഗണിച്ചത് അല്ലെങ്കിൽ ഇവർ ചിന്തിച്ചത്, ഇവർ പറഞ്ഞ് പഠിപ്പിച്ചത് ഡിവോഷൻ ആസ് എ മീൻസ് ടു റീച്ച് ക്ലോസ് ടു ഗോഡ്. ദൈവത്തിൻ്റെ അടുത്തെത്താനുള്ള ഒരു മാർഗമാണ് ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. ഭക്തി എന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ അടുത്തെത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്നാണ് സൂഫികൾ പറഞ്ഞത്. ദേ ബിലീവ്ഡ് ദാറ്റ് വൺ ഹൂ റിയലി ലവ്സ് ദ ഗോഡ് വിൽ ബി ക്ലോസ് ടു ഗോഡ് ആസ് വെൽ ആസ് ദ പീപ്പിൾ അറൗണ്ട് ഹിം. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ദേ ബിലീവ്ഡ് ദാറ്റ് വൺ ഹൂ റിയലി ലവ്സ് ദ ഗോഡ്, യഥാർത്ഥത്തിൽ ഈശ്വരനെ സ്നേഹിക്കുന്ന ഒരാളിന് വിൽ ബി ക്ലോസ് ടു ഗോഡ്, അങ്ങനെയുള്ള ഒരാൾ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാൾ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ എത്തും എന്നാണ് അവർ പറഞ്ഞത്. ദേ പ്രീച്ച്ഡ് ടു റെസ്പെക്ട് ഓൾ ഹ്യൂമൻ ബീയിങ്സ്, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവാനാണ് സൂഫികൾ പഠിപ്പിച്ചത്. അപ്പോൾ സൂഫിസം എന്താണെന്ന് ചോദിച്ചാൽ സ്പിരിച്വൽ ലൈഫിൻ്റെ പ്രിഡോമിനൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിനെ നിരാകരിക്കുകയും ചെയ്ത ഇസ്ലാം മതത്തിലെ വിഭാഗക്കാരാണ് സൂഫികൾ എന്നറിയപ്പെടുന്നത്. ഇസ്ലാം മതത്തിലുണ്ടായ നവീകരണ പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയാവുന്നത്. ഇനി ഈ സൂഫി സന്യാസിമാരെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ് വിളിച്ചിരുന്നത്. ദ സൂഫി സയൻസ് വാസ് നോൺ ആസ് പിർ, PIR, പിർ ഓർ ഷെയ്ഖ്. സൂഫി സന്യാസിമാരെ പീർ എന്നോ ഷെയ്ഖ് എന്നോ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെ ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെയർ നോൺ ആസ് മുരിദ്, MURID, മുരിദ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ സൂഫി സന്യാസിമാരെ പീർ എന്നും സൂഫി സന്യാസിമാരുടെ ഫോളോവേഴ്സിനെ, അവരുടെ ശിഷ്യഗണങ്ങളെയൊക്കെ മുരിദ് എന്നുമാണ് വിളിച്ചിരുന്നത്. ഇവരുടെ റെസിഡൻസിനെ വിളിച്ചിരുന്നത് ഖാൻഗാഹ് എന്നാണ് വിളിച്ചിരുന്നത്. Their residences were known as ഖാൻഗാഹ്സ്. അപ്പോൾ പീർ ഓർ ഷെയ്ഖ്, മുരിദ്, ഖാൻഗാഹ് ഓർക്കുക. ഇതെല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിലെ സാംസ്കാരികപരമായ സാമൂഹികവും സാംസ്കാരികവുമായ ഒരു സമന്വയത്തിന് വഴിതെളിച്ച കാര്യമാണ്. ഇനി ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി ഓഫ് അജ്മീർ വാസ് വൺ ഓഫ് ദ ഫേമസ് സൂഫി സെയിൻസ്. ധാരാളം പ്രശസ്തരായ സൂഫി സന്യാസിമാരുണ്ടായി. അങ്ങനെയുള്ള സൂഫി സന്യാസിമാരിൽ, പ്രശസ്തരായ സൂഫി സന്യാസിമാരിൽ ഒരാളായിരുന്നു ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി. അജ്മീറിൽ ഉള്ള ആളായിരുന്നു അദ്ദേഹം, ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി. അദ്ദേഹം പറഞ്ഞത്, ഹി ഒപ്പൈൻഡ് ദാറ്റ് റിസൈറ്റിംഗ് ഡിവോഷണൽ സോങ്സ് ഈസ് എ വേ ടു ഗെറ്റ് ക്ലോസ് ടു ഗോഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഡിവോഷണൽ സോങ്സ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്, ഭക്തിഗാനങ്ങൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്തെത്താനുള്ള മാർഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിലേക്ക് എത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ ഡിവോഷണൽ സോങ്സ് റിസൈറ്റിംഗ് ഇൻ ദ സൂഫി സെൻറ്റേഴ്സ് ആർ ഖവാലീസ്. അങ്ങനെ സൂഫികളുടെ കേന്ദ്രങ്ങളിൽ, സൂഫി സന്യാസിമാരുടെ ആശ്രമങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിൽ എപ്പോഴും ആലപിച്ചു കൊണ്ടിരുന്ന ഭക്തിഗാനങ്ങൾ, ആ ഭക്തിഗാനങ്ങളെ വിളിച്ചിരുന്നത് ഖവാലികൾ എന്നാണ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ വാസ് എ സൂഫി സെയിന്റ് ഹു വാസ് റെസ്പെക്റ്റഡ് ബൈ ദ റൂളേഴ്സ് ആൻഡ് ദ പീപ്പിൾ എലൈക്ക്. രണ്ടാമത് പ്രശസ്തനായ മറ്റൊരു സൂഫി സെയിന്റ് ആണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. ഹിസ് സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി വാസ് ഡൽഹി. ഇനി അതേപോലെ നിരവധി സൂഫി സന്യാസിമാരുണ്ടായിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട്. ആ സൂഫി സന്യാസിമാരും അവർ പ്രവർത്തിച്ചിരുന്ന പ്രദേശങ്ങളുമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സൂഫിസം എന്നുള്ളതിൽ അല്ലെങ്കിൽ ആദ്യ ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്തത് ഭക്തി മൊമെന്റ്, ഭക്തി പ്രസ്ഥാനം. ഇസ്ലാം മതത്തിലുണ്ടായ നവീകരണ പ്രസ്ഥാനത്തിന് നമ്മൾ സൂഫിസം എന്ന് പറയും. അതേ കാലഘട്ടത്തിൽ തന്നെ ഹിന്ദു മതത്തിൽ ഒരു നവീകരണ പ്രസ്ഥാനം ഉണ്ടായി. ഹിന്ദു മതത്തിലുണ്ടായ നവീകരണ പ്രസ്ഥാനത്തിനാണ് ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തി മൊമെന്റ് എന്ന് പറയുക. ഇത് ഉണ്ടായത് തെക്കേ ഇന്ത്യയിലാണ്. ഭക്തി എയിംസ് അറ്റ് സെൽഫ് ഡെഡിക്കേഷൻ ടു ഗോഡ്. ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ആത്മാർപ്പണമാണ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ മെഡീവൽ പീരീഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിവോഷൻ ടു ഗോഡ് ഈസ് ജനറലി നോൺ ആസ് ദ ഭക്തി കൾട്ട്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ്, ആശയങ്ങളും പ്രവർത്തനങ്ങളും
ദാറ്റ് എമർജ്ഡ് ഇൻ ദ മെഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായ ആശയങ്ങളും പ്രവർത്തനങ്ങളും. എന്ത്? ഓൺ ദ ബേസിസ് ഓഫ് ഡിവോഷൻ. ഭക്തിയുടെ പേരിലുണ്ടായ ആശയങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭക്തിയുടെ പേരിലുണ്ടായ ആശയങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം, ഭക്തിയുടെയും ദൈവത്തിൻ്റെയും പേരിലുണ്ടായ ആശയങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ജനറലി നോണസ് ഭക്തി കൾട്ട്. അതിനെല്ലാം പൊതുവെ ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തി ഭക്തി മൂവ്മെന്റ് എന്നറിയപ്പെടുന്നു. ദ ഭക്തി മൂവ്മെന്റ് ബിഗെയിം പോപ്പുലർ ഫസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിലാണ് ആദ്യമായി ഇത് രൂപീകരിക്കപ്പെടുന്നതും പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നതും ഒക്കെ. ദ ഫീച്ചേഴ്സ് ഓഫ് എയർലി ഭക്തി ട്രഡീഷൻ ആർ ഗിവൺ ബിലോ. എയർലി ഭക്തി ട്രഡീഷന്റെ ഫീച്ചേഴ്സ് ആണ് ഇനി പറയുന്ന 4 പോയിന്റുകൾ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. 1. ഇറ്റ്സ് പ്രൊപ്പഗേറ്റേഴ്സ് വെയർ ദ സെയിൻസ് ഹു വെയർ ഭക്തി പോയിറ്റ്സ്. ഒന്നാമത്തെ പ്രത്യേകത, ഇതിന്റെ പ്രൊപ്പഗേറ്റേഴ്സ് എല്ലാവരും, പ്രചാരകരെല്ലാവരും തന്നെ സെയിൻസ്, സന്യാസിമാരായിരുന്നു. ഹു വെയർ ഭക്തി പോയിറ്റ്സ്, ഭക്ത കവികളായ സന്യാസിമാരായിരുന്നു. ഭക്ത കവികളായ സന്യാസിമാരാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താക്കൾ എല്ലാവരും. രണ്ടാമത്തെ പ്രത്യേകത, ചലഞ്ചഡ് ദ കൺസർവേറ്റീവ് ബ്രാഹ്മണിക് ട്രഡീഷൻസ്. പരമ്പരാഗതമായ ബ്രാഹ്മണ മേധാവിത്വത്തെ ചലഞ്ച് ചെയ്യുന്നതായിരുന്നു, വെല്ലുവിളിക്കുന്നതായിരുന്നു ഈ പ്രസ്ഥാനം. ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ, ബ്രാഹ്മണ മേധാവിത്വത്തെ ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഭക്തി പ്രസ്ഥാനം. 3. പ്രൊവൈഡഡ് റെപ്രസെന്റേഷൻ ടു ദ ലോവർ കാസ്റ്റ് ആൻഡ് വിമൺ. ലോവർ കാസ്റ്റിനും താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും റെപ്രസെന്റേഷൻ കൊടുത്തു, പ്രാതിനിധ്യം കൊടുത്തു. സാധാരണ സ്ത്രീകളെയും താഴ്ന്ന ജാതിക്കാരെയും എല്ലാം ഹിന്ദുമതത്തിലെ പ്രത്യേക പരിഗണനകളൊന്നും കൊടുക്കാതിരുന്നൊരു കാലഘട്ടത്തിലാണ് താഴ്ന്ന വിഭാഗക്കാർക്കും സ്ത്രീകൾക്കുമൊക്കെ റെപ്രസെന്റേഷൻ, പരിഗണന കൊടുക്കുന്നത്. റെൻഡേഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് കൾച്ചർ ആൻഡ് മ്യൂസിക്. അടുത്തത്, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിലും രാജ്യത്തിൻ്റെ സംഗീത പാരമ്പര്യത്തിലുമൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ നൽകുകയുണ്ടായി. റെൻഡേഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് കൾച്ചർ ആൻഡ് മ്യൂസിക്. കൾച്ചറിൻ്റെയും മ്യൂസിക്കിൻ്റെയും മേഖലകളിൽ, കൾച്ചർ സംസ്കാരം, മ്യൂസിക് സംഗീതം, സംഗീതത്തിൻ്റെയും അതേപോലെ സംസ്കാരത്തിൻ്റെയും മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുന്നതായിരുന്നു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. The Alvars and the Nayars. The Bhakti movement emerged at first in Tamil Nadu. തെക്കേ ഇന്ത്യയിലാണ് ഭക്തി പ്രസ്ഥാനം ഉണ്ടായതെന്ന് പറയുന്നു. തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലാണ് ആദ്യമായി ഭക്തി പ്രസ്ഥാനം ഉണ്ടാവുന്നത്. ദിസ് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ദ ആൾവാഴ്സ് ആൻഡ് ദ നായനാഴ്സ്. ഈ ഭക്തി പ്രസ്ഥാനത്തെ രൂപീകരിച്ചത് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തെ നയിച്ചത് ആൾവാർമാരും നായനാർമാരുമാണ്. ദിസ് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ആൾവാഴ്സ് ആൻഡ് ദ നായനാഴ്സ്. ആരാണ് ആൾവാർമാർ, ആരാണ് നായനാർമാർ? ദ ആൾവാഴ്സ് വെയർ വൈഷ്ണവൈറ്റ്സ് ആൻഡ് ദ നായനാഴ്സ് വെയർ ശൈവൈറ്റ്സ്. വിഷ്ണുവിനെ മുഖ്യ ആരാധനാമൂർത്തിയായി കണ്ട് ആരാധിച്ചിരുന്ന ഹൈന്ദവരാണ് ആൾവാർമാർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആൾവാഴ്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വൈഷ്ണവൈറ്റുകൾ. വിഷ്ണുവിനെ ആരാധിച്ചവരാണ് അവർ, വൈഷ്ണവൈറ്റുകൾ. രണ്ടാമത്തെ വിഭാഗം നായനാഴ്സാണ്. അവർ ശൈവൈറ്റുകളാണ്. ശിവനെ മുഖ്യ ആരാധനാമൂർത്തിയായി കണ്ടവരാണ് ശൈവൈറ്റുകൾ അല്ലെങ്കിൽ നായനാഴ്സ്. ദേ കമ്പോസ്ഡ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ഡിവോഷണൽ സോങ്സ്. ഇരുകൂട്ടരും ധാരാളം ഭക്തിഗാനങ്ങൾ കമ്പോസ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബോത്ത് ദ ആൾവാഴ്സ് ആൻഡ് ദ നായനാഴ്സ് ഒപ്പോസ്ഡ് കാസ്റ്റ് ഇൻഇക്വാളിറ്റീസ്. ഇവരുടെ രണ്ടുപേരുടെയും പൊതുവായൊരു പ്രത്യേകത, രണ്ടു കൂട്ടരും കാസ്റ്റ് ഇൻഇക്വാളിറ്റീസിനെ ഒപ്പോസ് ചെയ്തവരാണ്. ജാതീയമായ അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള ഇൻഇക്വാളിറ്റീസിനെ, അസമത്വങ്ങളെ എതിർത്തവരാണ് ഇരുകൂട്ടരും. Among them there were women saints also. ഈ സന്യാസിമാരിൽ അല്ലെങ്കിൽ ശൈവ വൈഷ്ണവ സന്യാസിമാരിൽ സ്ത്രീകളായ സന്യാസിനിമാരും ഉണ്ടായിരുന്നു. There were women saints also. സന്യാസിനിമാരും ഉണ്ടായിരുന്നു എന്നാണ്. The women saint Andal was one of the famous
വൈഷ്ണവൈറ്റ് സെയിൻസ്. അങ്ങനെയുള്ള വൈഷ്ണവൈറ്റ് സെയിൻസിൽ ഒരാളാണ് ആണ്ടാൾ എന്ന് പറയുന്ന സന്യാസിനി. അനദർ വിമൺ സെയിന്റ് കാരയ്ക്കൽ അമ്മയാർ വാസ് എ ശൈവൈറ്റ്. രണ്ടാമത്തെ സന്യാസിനിയുടെ പേര് കാരയ്ക്കൽ അമ്മയാർ എന്നാണ്. അവരൊരു ശൈവൈറ്റ് സെയിന്റ് ആണ്. അപ്പോൾ രണ്ട് വിമൺ സെയിൻസിന്റെ പേര് ഓർക്കുക. ആണ്ടാൾ വൈഷ്ണവൈറ്റ് സെയിന്റ്, കാരയ്ക്കൽ അമ്മയാർ ശൈവൈറ്റ് സെയിന്റ്. അത് കഴിഞ്ഞാൽ അടുത്തത് ദ വീരശൈവ മൂവ്മെന്റ്. ഇതും തെക്കേ ഇന്ത്യയിൽ ഉണ്ടായ പ്രസ്ഥാനമാണ് വീരശൈവ മൂവ്മെന്റ്. വീരശൈവ മൂവ്മെന്റിനെ കുറിച്ച് നോക്കാം. വീരശൈവ മൂവ്മെന്റ് അല്ലെങ്കിൽ വീരശൈവ പ്രസ്ഥാനം ഇത് ഉണ്ടായത് ഇന്നത്തെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ഉൾക്കൊള്ളുന്ന ഭാഗത്താണ്. വചന സാഹിത്യം എന്ന് പറയുന്ന ഒരു സാഹിത്യ വിഭാഗം ഇവർക്കുണ്ടായി. ഇത് ഈ വീരശൈവ പ്രസ്ഥാനം രൂപീകരിച്ചത് ബസവണ്ണ എന്ന് പറയുന്ന ആളാണ്. ചിത്രത്തിലുള്ള ബസവണ്ണ എന്ന് പറയുന്ന ആളാണ് വീരശൈവ പ്രസ്ഥാനം രൂപീകരിച്ചത്. ബാക്കി നമുക്ക് വിശദമായിട്ട് നോക്കാം. ദ വീരശൈവ മൂവ്മെന്റ് വാസ് എ പോപ്പുലർ വൺ ദാറ്റ് എമർജ്ഡ് ഇൻ കർണാടക ഇൻ ദ 12th century. 12ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലെ കർണാടകത്തിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആസ് ദ വീരശൈവാസ് ഓർ ശിവലിംഗ ഇൻ ദ നെക്ക്, ദേ ആർ നോൺ ആസ് ദ ലിംഗായത്സ്. ഇനി ഇവര് ഒരു ചെറിയ ശിവലിംഗം എല്ലായ്പ്പോഴും കഴുത്തിൽ ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ലിംഗായതന്മാർ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ദ വീരശൈവ മൂവ്മെന്റ് വാസ് അതർവൈസ് നോൺ ആസ് ലിംഗായത് മൂവ്മെന്റ്. ഓക്കെ, ദ ലീഡർ ഓഫ് ദിസ് മൂവ്മെന്റ് വാസ് ബസവണ്ണ. The Veerashaiva movement was one of the early movements which stood against gender and caste discriminations. ഈ വീരശൈവ പ്രസ്ഥാനത്തിന്റെ വലിയ പ്രത്യേകത ഇതാണ്. ആദ്യകാലങ്ങളിൽ ജെൻഡർ ഇൻഇക്വാളിറ്റീസിനെതിരെ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസിനെതിരെ ഒക്കെ നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ദേവേർ ശൈവൈറ്റ്സ്, അവർ ശിവലിംഗമാണ് കഴുത്തിൽ ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ശൈവൈറ്റുകളായിരുന്നു. The idea of വീരശൈവ മൂവ്മെന്റ് ആർ ഗിവൺ. എന്തൊക്കെയാണ് വീരശൈവ മൂവ്മെന്റിന്റെ ആശയങ്ങൾ? അവർ പറഞ്ഞ പുരോഗമനപരമായ ആശയങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതാ ഇവിടെ ടെക്സ്റ്റിലുണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന്, അപ്ഹെൽഡ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. തൊഴിലിന്റെ മഹത്വം ഉയർത്തി കാണിച്ചു. ഏത് തൊഴിലും മഹത്വമുള്ളതാണ്, ഒരു തൊഴിലും മോശമല്ല എന്ന് പറഞ്ഞവരാണ് വീരശൈവ. ഒപ്പോസിഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. ഗേവ് പ്രയോറിറ്റി ടു ജെൻഡർ ഇക്വാളിറ്റി, ലിംഗസമത്വത്തിന് പ്രാധാന്യം നൽകി. ദെൻ പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, ഇന്റർ ഡൈനിങ് ആൻഡ് അഡൾട്ട് മാരേജ്. 3 കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തു. ഒന്ന്, വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹം. ഇന്റർ ഡൈനിങ്, മിശ്രഭോജനം. താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അതാണ് മിശ്രഭോജനം, അതവർ പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് ദ തേർഡ് വൺ, അഡൾട്ട് മാരേജ്. അഡൾട്ട് മാരേജ് മീൻസ് പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള വിവാഹം. ചൈൽഡ് മാരേജ് നിലനിന്നിരുന്ന കാലമാണ്, ഓർക്കുക. അടുത്തത്, ക്വസ്റ്റ്യൻഡ് ദ ഡോക്ട്രിൻ ഓഫ് റീബർത്ത്. റീബർത്ത് എന്ന് പറയുന്ന തത്വത്തെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. പുനർജന്മം, അതിനെ അവർ ചോദ്യം ചെയ്തു. പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ടത്, പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയ ഓഫ് ലിബർട്ടി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചുമൊക്കെ അവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അത് കഴിഞ്ഞാൽ അനുഭവ മണ്ഡപമാണ്. ദ അനുഭവ മണ്ഡപം വാസ് എ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം ദാറ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ കണക്ഷൻ വിത്ത് ദ ലിംഗായത്സ്. ഈ ലിംഗായതന്മാരുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ് അനുഭവ മണ്ഡപം. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. In the conference held at Anubhava Mandapam under the leadership of Basavanna, people irrespective of caste, religion, gender, etc. were given entry and were allowed to participate in the discussion. ഇത് ജനാധിപത്യപരമായ രീതിയിൽ നടന്നിരുന്ന ഒരു ചർച്ചാവേദിയായിരുന്നു ബസവണ്ണയുടെ നേതൃത്വത്തിൽ. അവിടെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തങ്ങളുടെ സംശയങ്ങൾ, മതപരമായ സംശയങ്ങളൊക്കെ ചോദിക്കാൻ കഴിയുമായിരുന്നു. This paved the way for the protest against social inequalities and also led to question caste definition. ഇത് ക്രമേണ നമ്മുടെ ഈ ജാതി വ്യവസ്ഥയെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനും സോഷ്യൽ ഇൻഇക്വാലിറ്റീസിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനും ഒക്കെ ഉള്ളൊരു കാരണമായി മാറുകയുണ്ട്. എന്തായാലും ഒരു റിഫോർമേഷന്
കാരണമാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ ലിംഗായതന്മാരുടേത്, അല്ലെങ്കിൽ ബസവണ്ണയുടെ വീരശൈവ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ബസവണ്ണ വാസ് ദ ഫസ്റ്റ് ടു സ്പീക്ക് അബൌട്ട് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ച ആദ്യത്തെ ആളാണ് അദ്ദേഹം. ബസവണ്ണ ഇൻസ്ട്രക്റ്റഡ് എവരി ഇൻഡിവിജ്വൽ ടു അക്സെപ്റ്റ് എ ജോബ് ആൻഡ് ഡു ഇറ്റ് സിൻസിയർലി. ഓരോരുത്തരും ഓരോ ജോലി സ്വീകരിക്കണമെന്നും ആത്മാർത്ഥതയോടെ ആ ജോലി ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. ഹി സെഡ് ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഗോഡ് ത്രൂ ദ ഡ്യൂട്ടീസ് വി പെർഫോം. നമ്മൾ ചെയ്യുന്ന ജോലികളിലൂടെയാണ് ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ അവരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണ്. ഇനി ഇവർക്കൊരു സാഹിത്യമുണ്ടായിരുന്നു, വചന സാഹിത്യം. ദ ലിറ്റററി ഫോം ഓഫ് കന്നഡ ലാംഗ്വേജ് became famous in connection with the വീരശൈവ മൂവ്മെന്റ്. ഈ വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിദ്ധമായ കന്നഡ ഭാഷയിലെ സാഹിത്യ ശാഖയാണ് വചന സാഹിത്യം എന്നറിയപ്പെടുന്നത്. അതും ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ബസവണ്ണ, അല്ലമപ്രഭു, അക്ക മഹാദേവി എക്സെട്ര മെയ്ഡ് ട്രമൻഡസ് കോൺട്രിബ്യൂഷൻസ് ടു വചന സാഹിത്യം. ഈ വചന സാഹിത്യത്തിന് നിസ്തൂലമായ സംഭാവനകൾ നൽകിയവരാണ് ബസവണ്ണ, അല്ലമപ്രഭു, അക്ക മഹാദേവി തുടങ്ങിയവരെല്ലാം. എന്തായാലും കന്നഡയിലെ സാഹിത്യത്തെ, കന്നഡ ലാംഗ്വേജിനെ വളരെ പരിപോഷിപ്പിച്ച ഒന്നാണ് വചന സാഹിത്യം എന്ന് പറയുന്നത്.